മലപ്പുറം മേൽമുറിയിലെ ഒരു സ്നേഹഗാഥയിലേക്കാണ് നമ്മൾ എത്തുന്നത്. നായിക കാവേരി, നായകൻ ഷിമിൽ. എന്താണെന്നല്ലേ സ്ക്രീനിൽ കാണാം. ഇന്ന് സത്യത്തിൽ ഒരു ആനക്കാര്യമാണ് പറയാനുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സുന്ദരി ആനയെക്കുറിച്ച്. കാവേരി എന്നാണ് പേര്. നിങ്ങളിൽ പലരും കാവേരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാം, അറിഞ്ഞിട്ടുണ്ടാകാം. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സുന്ദരി. സമൂഹ മാധ്യമങ്ങളിൽ ആളെന്ന് വളരെ വൈറലാണ്. അതുകൂടാതെ വലിയ ഫാൻ ബേസും നമ്മുടെ ഈ കാവേരിക്കുട്ടിക്കുണ്ട്. എന്തായാലും കാവേരിക്കുട്ടിയെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, അത് പറയാൻ ഷിമിൽ എന്ന് പറയുന്ന ഇയാളുടെ സ്വന്തം സുഹൃത്ത് തന്നെയാണ് നല്ലത്. അപ്പോൾ ബാക്കി കാവേരിയുടെ വിശേഷങ്ങളൊക്കെ ഷിമിൽ തന്നെ പറയും. ഇതാണ് നമ്മളെ സ്വന്തം പെണ്ണ്. ഇവള് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു. അതായത് എല്ലാവരും പറഞ്ഞു ആന റെഡി ആവില്ല, ശരീരം കൊണ്ടായാലും സ്വഭാവം കൊണ്ടായാലും എല്ലാം കൊണ്ടും ആൾ വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് അങ്ങനെ എൻ്റെ അടുത്ത് എത്തി, ആളെല്ലാം മാറി. ഇപ്പോൾ ഞാനും അവളുള്ളൊരു ബന്ധമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ഇപ്പോൾ ഓക്ക് ഞാനും എനിക്ക് ഇവളും ഇല്ലാത്തൊരു ജീവിതമില്ല. ഇവളെ വൈകിട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആനകളമാരില്ല, അയച്ചുവിടലാണ്. നമ്മൾ ആടും പശു അങ്ങനെ അയച്ചുവിടും, അതുപോലെ അയച്ചുവിടും. അയച്ചുവിട്ട് ഇവളെന്ത് ചെയ്യും, ഇപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ പുല്ലായി കഴിഞ്ഞാൽ ഏതെങ്കിലും പറമ്പ് കയറും, പുല്ല് മാത്രമേ എടുക്കുകയുള്ളൂ, വേറെ കുഴിച്ചിട്ട സാധനങ്ങളോ അങ്ങനത്തെ നശിപ്പിക്കലൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് പിന്നെ പ്രത്യേകത, നമ്മളെ നാട്ടിലത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഏത് പറമ്പിലും കയറാം. ഇവർക്ക് ഏത് പറമ്പിലും കയറി ഭക്ഷണം കഴിക്കാം, അതുപോലെ എന്തും ഏത് വീട്ടിൽ നിന്നും സാധനം കിട്ടും. പിന്നെ ഇവളെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ഒരു കടിയിലൊക്കെ പറ്റാണ്. ആ പറ്റുന്ന നേരം ഒന്നുമില്ല, നേരെ ആ കടിയിൽ പോകും. അവിടുന്ന് ഒരു പൈനാപ്പിളും 2 ചോക്കോബാർ അത് കിട്ടിയ ആളവിടുന്ന് തിരിച്ചു. അത് ഞങ്ങൾ തന്നെ ഒപ്പമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഞാൻ ഫ്രണ്ട് പോയിട്ടുണ്ടാവും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ആൾക്കാരൊന്നും വന്ന് ബൈക്ക് നിന്ന് കണ്ട് ആനകീനെ വിളിക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവക്കും എനിക്കും സുഖമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഇവക്ക് ഫാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മേലെയാണ്. അതായത് നമ്മൾ ഇപ്പോൾ വെറുതെ പുറത്തൊക്കെ പോയി ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ട ആളുകൾ അവിടെ കാണാൻ വരിക. അതുപോലെ ഇവളെ തന്നെ ഇവക്ക് ഓരോ ഗിഫ്റ്റ് അയക്കുക. ഫാൻസ് ഭയങ്കര ഫാൻസാണ്. അതായത് രാവിലെയും വൈകുന്നേരം ഞാൻ വന്നിട്ടില്ല എന്ന് ആന നോക്കും. അപ്പോൾ ആനക്ക് മനസ്സിലാവും ഞാൻ ഇവിടെ ഇല്ല. പിറ്റേ ദിവസം അഭ്യാസം തുടങ്ങും, വെള്ളം കൂടി നിർത്തും. അപ്പോൾ വെള്ളം കൂടിയൊക്കെ നിർത്തിയ പക്കാരെ ഞാൻ എവിടെ ഉണ്ടെങ്കിലും ഓടി വരും. അതുമാതിരി തന്നെ ഞാൻ പറഞ്ഞില്ല, അഭിനയവും ഭയങ്കര നാടകത്തിന് ഇത് കൊടുക്കണം നോക്ക്. റെഡി വേണേ? അല്ല ആരാ ഇവിടെ നാടകം കളിച്ചില്? ആരാ കളിച്ചില്? ആരാ കളിച്ചില്? ആരാ കളിച്ചില്? ആരാ നാടകം കളിച്ചില്? എന്നാൽ ഓൾക്ക് സെലൂട്ട് എടുത്ത് കൂടുതൽ സെലൂട്ട്. ആരാ വന്നുണ്ട്? കാണാൻ വന്നല്ലേ? കാണാൻ വന്നല്ലേ? സത്യത്തിൽ ഇവിടെ വന്നിട്ടാണ് കാവേരീനെ പരിചയപ്പെടുന്നത്. പക്ഷേ ആള് നമ്മളുമായിട്ടും കൂടുതൽ അടുത്ത് കഴിഞ്ഞു. എന്തായാലും ഷിമിലിൻ്റെയും കാവേരിയുടെയും കഥ കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. മലപ്പുറത്തു നിന്നും കൃഷ്ണകുമാറിനും വിജീഷിനുമൊപ്പം വി സോണൽ കൃഷ്ണ, ജനം.